ഹലോ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റ് റേറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പലരും വിദേശത്ത് പോയി പഠിക്കാനായി ആഗ്രഹിക്കുന്നവരാണ്. അപ്പം അതിൻ്റെ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷനെ പറ്റിയ ഒരു ചെറിയ വീഡിയോ ആണിത്. നിങ്ങൾ പുറത്തുപോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ വിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പഠനത്തിലൂടെ മനസ്സിലാക്കി ചെറിയ കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതെല്ലാവർക്കും ആക്റ്റ് ആവണമെന്നില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ചിന്തിക്കാനായി ചില സീഡ്സ് ഇട്ട് തരുന്നതാണ് ഞാനിവിടെ. ഒന്ന്, നിങ്ങൾക്കിതിനുള്ള ഒരു ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് കുറയ്ക്കാനായി ഡിഗ്രി കോഴ്സിന് വേണ്ടി നിങ്ങൾ കുട്ടികളെ പുറത്തേക്ക് വിടാതിരിക്കുക. മാസ്റ്റേഴ്സിന് വിടുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിരിക്കുക. കാരണം പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡിഗ്രി കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ 3-4 ഇയേഴ്സ് വരും. മാത്രമല്ല +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ആണ് പുറത്തേക്ക് വിടുന്നെങ്കിൽ 4 ഇയേഴ്സ് വരും. അതല്ല, ഡിഗ്രി അല്ല, നിങ്ങൾ ഡിപ്ലോമയാണ് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ നിങ്ങളുടെ ലൈഫിൽ മൊത്തം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന കാര്യമാണ്. നിങ്ങൾ +2 കഴിഞ്ഞാൽ ഡിപ്ലോമയാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് ബേസിക് ഡിഗ്രി നിങ്ങളുടെ കൈവശം ഇല്ല എന്നുള്ളത്. ആ ഒരു പ്രശ്നം വരും നിങ്ങൾ 2 ഇയർ കോഴ്സിനാണ് പോകുന്നതെങ്കിൽ. ഇതെല്ലാം ഒഴിവാക്കാനായി ഇന്ത്യയിലുള്ള ഡിഗ്രിക്ക് ശേഷമാണ് നിങ്ങൾ ഒരു മാസ്റ്റേഴ്സിന് പോകുന്നെങ്കിൽ അതായിരിക്കും കൂടുതലും ഉത്തമം എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട്, ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു മാസ്റ്റേഴ്സിന് പോവുകയാണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു ഓസ്ട്രേലിയയിലേക്ക് ഒരു മാസ്റ്റേഴ്സിന് പോവുകയാണെങ്കിൽ പോലും ഏകദേശം ഒരു 70 to 80 lakhs നിങ്ങളുടെ കൈവശം മുടക്കേണ്ടി വരും. മുൻകാലങ്ങളിൽ ഈ 2 വർഷത്തെ മാസ്റ്റർ ഡിഗ്രിക്ക് ശേഷം നിങ്ങൾക്ക് 2-3 വർഷം അവിടെ നിൽക്കാനുള്ള ഒരു സ്റ്റേ ബാക്ക് കിട്ടുന്നു. അതിനുള്ളിൽ തന്നെ PR എടുക്കാൻ സാധിക്കുന്നു. ഈ ഒരു അവസ്ഥ പല രാജ്യങ്ങളിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. UK, കാനഡ എല്ലാം നമ്മൾ അറിഞ്ഞു. ഇങ്ങനെയുള്ള അവസ്ഥ ഇപ്പോഴില്ല. അതിനാൽ പുതിയതായി ഇതിനെപ്പറ്റി ശ്രമിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ പോളിസീസ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ കുട്ടികളെ വിടുക. അതല്ല, നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിച്ച് മാത്രം തിരിച്ചു വരാനാണെങ്കിൽ 70 ലക്ഷം മുടക്കുന്ന ഒരു കോഴ്സിൽ നിന്നും നിങ്ങളത് ബാങ്കിൽ ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 75,000 rupees എങ്കിലും പെർ മന്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾ കുട്ടികളെ 70 lakhs കൊടുത്ത് പുറത്തേക്ക് വിടുന്നതെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ജീവിതകാലം മുഴുവൻ 75,000 നിങ്ങൾക്ക് പെർ മന്ത് കിട്ടാനുള്ള ഒരു ഉപാധി ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾ 70 lakhs കൊടുത്ത് പുറത്തേക്ക് വിടുന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വിചിന്തനം ചെയ്യേണ്ടി വരും വിടണമെന്നുള്ളത്. മാത്രമല്ല, ലോൺ എടുത്താണ് നിങ്ങൾ കുട്ടികളെ വിടുന്നതെങ്കിൽ ഏറ്റവും നല്ല ലോണായി എനിക്ക് മനസ്സിലാക്കിയത്, ഞാൻ എടുത്തിട്ടില്ല എന്നിരുന്നാൽ പോലും മനസ്സിലാക്കിയത്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോണാണ്. പ്രോസസ്സിംഗ് ഫീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു. യൂണിയൻ ബാങ്കിൻ്റെ കേസിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് അപ്പ് EMI പോസിബിളാണ്. അതുകൊണ്ട് തുടക്കത്തിൽ കുറച്ച് EMIയും പിന്നീട് അതിന് സമയം കൂടുന്തോറും നിങ്ങൾക്ക് നല്ല ജോലി കിട്ടിക്കഴിയുമ്പോൾ കൂടുതൽ EMIയും അടയ്ക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. മാത്രമല്ല, സ്ത്രീകളാണ് പോകുന്നതെങ്കിൽ, പെൺകുട്ടികളാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ പെൺകുട്ടികൾക്ക് ഒരു 0.5% ഇൻട്രസ്റ്റ് റേറ്റ് വേവറും ഉണ്ട്. അപ്പോൾ ഈ അഡ്വാൻറ്റേജസ് വെച്ചിട്ട് വേണം ലോൺ നിൽക്കുമ്പോൾ. നിങ്ങൾക്ക് പല കമ്പനികളും ലോൺ തരുന്നുണ്ട്. ഈസിയായി ലോൺ കിട്ടുന്ന പല കമ്പനികളുണ്ടെങ്കിലും യൂണിയൻ ബാങ്കിൻ്റെ കൺസിഡർ ചെയ്യുമ്പോൾ ലോൺ എടുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ യൂണിയൻ ബാങ്കിൻ്റെതാണ് നല്ലതായിരിക്കാൻ സാധ്യത എന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. കഴിയുന്നതും ലോൺ എടുക്കാതെ തന്നെ പോകുന്നത് നല്ലത്. കാരണം 10-12% ലോൺ എന്നത്. അതുകൊണ്ട് കയ്യിലിരിക്കുന്ന കാശ് തന്നെ കൊടുത്ത് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ ഇത് വലിയൊരു ഡെറ്റ് ട്രാപ്പായി ഇത് മാറാൻ സാധ്യതയുണ്ട്. ഇനി ലോൺ എടുക്കണോ അല്ലെങ്കിൽ സ്വന്തം കാശ് വെച്ച് പോകണോ എന്ന് പലരും ആലോചിക്കുമ്പോൾ വരുന്നൊരു കാര്യമാണ് TCS എന്നുള്ളൊരു പദം, ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ്. ലോൺ വഴി പോവുകയാണെങ്കിൽ അത് 0.5%, നിങ്ങൾ സ്വന്തം കാശെടുത്ത് പോകുകയാണെങ്കിൽ 5%, അത്. അതായത് ഇത്രയും തുക നിങ്ങൾ കൂടുതലായി ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇതിനെപ്പറ്റി കൂടുതൽ ആകുലരാകേണ്ടതില്ല. കാരണം ഇത് ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സാണ്. നിങ്ങൾ ഓസ്ട്രേലിയയിലേക്കോ അല്ലെങ്കിൽ UK പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന നികുതി ബാധ്യത അടച്ചില്ലെങ്കിൽ അത് പിടിക്കാൻ വേണ്ടി ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ഉപാധിയാണിത്. അത് നിങ്ങൾക്ക് അത്രയും ടാക്സ് ഇല്ല എന്നുകൊണ്ട് 1 വർഷം കഴിഞ്ഞ് ഗവൺമെൻറ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുക തിരിച്ചു തരും. അതെല്ലാം കൊടുക്കേണ്ട ടാക്സിൽ നിന്നുമാണ് ഇത് പിടിക്കുന്നത്. അതിനാൽ ഇതൊരു ടാക്സ് അല്ല, ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് മാത്രമാണ്. നിങ്ങൾക്ക് മുൻകൂറായി നിങ്ങളിൽ നിന്നും ടാക്സ് പിടിക്കുന്നു എന്ന് മാത്രം. അതിനാൽ ഇത് കാരണം കൊണ്ട് സെൽഫ് ഫണ്ടിങ് ഒഴിവാക്കേണ്ടതില്ല. ഇപ്പോൾ സെൽഫ് ഫണ്ടിങ് വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 5% കൊടുക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും അത് ലോണിൽ 0.5% ആണെങ്കിൽ പോലും നിങ്ങൾ ഇതൊരു വലിയ നഷ്ടമായി കണക്കാക്കേണ്ടതില്ല. മാത്രമല്ല, ലോൺ എടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ന ഒരു കാര്യം, കമ്പനികൾ നിങ്ങളെ ടേം ഇൻഷുറൻസ് എടുക്കാൻ നിർബന്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ 10 വർഷത്തേക്ക് ഒരു 40 ലക്ഷം ലോൺ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ടേം ഇൻഷുറൻസ് പ്രീമിയമായി ഏകദേശം ഒരു 2 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരുമായിരിക്കാം.
ഈ തുക നിങ്ങൾ 1, 2, 3 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഈ ലോൺ എങ്ങനെയും തിരിച്ചടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നഷ്ടമായില്ലേ? 10 വർഷത്തിനുള്ള ടേം ഇൻഷുറൻസ് കവറാണ് കമ്പനി എടുപ്പിച്ചത്. 3 വർഷം കൊണ്ട് നിങ്ങൾ ഈ ലോൺ അവസാനിപ്പിക്കുകയാണ്. പിന്നെയുള്ള സമയത്തിന് നിങ്ങൾക്ക് ആവശ്യമില്ല. എന്നാൽ ടേം ഇൻഷുറൻസും അതിൻ്റെ കൂടെ ചിലപ്പോൾ കവർ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. നിങ്ങൾ ലോൺ അടച്ചതോടുകൂടി തന്നെ ഈ ടേം ഇൻഷുറൻസ് അവിടെ വെച്ച് അവസാനിക്കുന്നു. ആ ലോൺ മേൽ മാത്രമാണ് ആ ഇൻഷുറൻസ് ഉള്ളത്. അതിനാൽ നിങ്ങൾ അനാവശ്യമായി ഒരു ടേം ഇൻഷുറൻസ് നിങ്ങളെ എടുക്കാൻ നിർബന്ധിക്കുന്നു. ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുള്ളത് എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് വെച്ച് കാണുക. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സെൽഫ് ഫണ്ടിങ്ങിനുള്ള പണം നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനായിരിക്കും നല്ലത്. അല്ലെങ്കിൽ 12% ഈ 70 ലക്ഷം രൂപ ഇൻട്രസ്റ്റായി അടച്ചു തീർത്തുകൊണ്ട് ജീവിതകാലം മുഴുവനും മുന്നോട്ട് തള്ളി നിൽക്കേണ്ടി വരും. 10-12 വർഷത്തേക്കാണ് ഏകദേശം അവർക്ക് തിരിച്ചടവിനുള്ള സമയം കൊടുക്കുക. എന്നാൽ ആ സമയം മുഴുവൻ നിങ്ങൾ തിരിച്ചടവ് നടത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് വളരെ ആലോചിച്ച് മാത്രം വിദേശത്തുള്ള പഠനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുക. അത്യാവശ്യമുള്ള എല്ലാ തരത്തിലുള്ള പഠനങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ 10-70 ലക്ഷം രൂപയ്ക്കുള്ള ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കാൻ എത്ര നാളത്തേക്ക് വരും, എത്രയാണെന്നുള്ള ഒരു എക്സൽ ഷീറ്റിൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം നിങ്ങളിതെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴകീറി പരിശോധിക്കുന്നു. അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളറിയാത്ത പലതും അതിലുണ്ടാകും. നാട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ, ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം, അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ, റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം, ഒരു വിൽപത്രം എങ്ങനെ എഴുതാം, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ്, ബെസ്റ്റ് 3-in-1 അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, കൂടാതെ നിക്ഷേപയോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ്. ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കണോ? മ്യൂച്വൽ ഫണ്ട്, ETF, ലോങ് ടൈം വാല്യൂ സ്റ്റോക്സ് എന്നിവയിലെ ഇൻവെസ്റ്റ്മെന്റ്സ് വഴി വളരെ റിസ്ക് കുറഞ്ഞ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ രൂപപ്പെടുത്തി നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ലൈഫ് ഒരു 5-10 വർഷം വരെ വെട്ടിച്ചുരുക്കി എന്നെപ്പോലെ നേരത്തെ റിട്ടയർ ചെയ്യണോ? എങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് എന്റെ ഉറപ്പ്. പുതിയതായി നിക്ഷേപത്തിലേക്ക് കടന്നു വരുന്നവരും വർഷങ്ങളായി നിക്ഷേപം നടത്തിക്കൊണ്ടിരുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണിത്. പേഴ്സണൽ ഫിനാൻസിന്റെ വിവിധ മേഖലകൾ കാര്യകാരണ സഹിതം ഇൻവെസ്റ്റിംഗ് റൈറ്റ് അപഗ്രഥിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെയും അവരുടെയും സാമ്പത്തിക ഭദ്രതയിലേക്കുള്ള യാത്രയുടെ ആദ്യ ചുവട് ഇവിടെ നിന്നാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.